ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്കും സ്വാഗതം. അപ്പോ ഇന്നത്തെ വീഡിയോ നേരെ ചോദിച്ചേക്കാം. ഇന്നത്തെ വീഡിയോ നമ്മുടെ വെക്കേഷൻ ചാലഞ്ചിന്റെ 2ാമത്തെ ക്ലാസ് ആണ് കേട്ടോ. അപ്പോൾ ഇന്നും നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിച്ച് പഠിക്കാൻ പോവുകയാണ്. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഇപ്പോൾ വെക്കേഷൻ സമയത്ത് ഫ്രീ ആയിട്ടിരിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാം. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം. ഓക്കെ, സംസാരിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ? നമ്മൾ മുന്നിൽ, അതായത് കുറേ മുൻപായിട്ട് ഗ്രാമറും ടെൻസസും എല്ലാം നമ്മൾ മുന്നേ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക, പഴയ വീഡിയോസ്. അതിനുശേഷം നിങ്ങൾ ഈ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഒന്നും കൂടി ഹെൽപ്ഫുൾ ആവും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ഇരുന്ന് ആണ് ചെയ്യാറുള്ളത്. ഇപ്പൊ നമ്മള് വെക്കേഷൻ ഇതായോണ്ട് നമ്മള് പറന്ന് ചെയ്യാം. അതെ, അപ്പോ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ്. മിൽക്കുട്ടിയുടെ അടുത്ത് നമുക്ക് ആദ്യമായിട്ട് ചോദിക്കാം. മിൽക്കുട്ടി, നമ്മൾ എന്താണ് സംസാരിക്കാൻ പോകുന്നത്? വാട്ട് ആർ വി ഗോയിങ് ടു സ്പീക്ക്? വാട്ട് ആർ വി ഗോയിങ് ടു സ്പീക്ക് അല്ലേ? നമ്മൾ എന്താണ് സംസാരിക്കാൻ പോകുന്നത്? അപ്പോൾ നമ്മൾ പറയാണ്, നമ്മൾ ആ സൈക്കിളിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, എങ്ങനെ പറയും? നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആ സൈക്കിളിനെ പറ്റിയാണെന്ന് പറയണം. ഓക്കെ, ആ സൈക്കിളിനെ പറ്റി അത് ലാസ്റ്റ് പറഞ്ഞാൽ മതി. നമ്മൾ സംസാരിക്കാൻ പോവുകയാണ് ആ സൈക്കിളിനെ പറ്റി. ഗോയിങ് ടു സ്പീക്ക് ആ സൈക്കിളിനെ പറ്റി. കുറിച്ച് മറന്നുപോയി. എബൌട്ട് സൈക്കിൾ. വി ആർ ഗോയിങ് ടു സ്പീക്ക് എബൌട്ട് ദ ബൈസൈക്കിൾ അല്ലേ? നമ്മൾ ആ സൈക്കിളിനെ കുറിച്ചിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ സൈക്കിളിനെ കുറിച്ച് സംസാരിക്കാൻ ചെയ്താലോ? ഓക്കെ, അപ്പോ നമുക്ക് ആ സൈക്കിളിനെ പറ്റി സംസാരിക്കാൻ പോയാലോ? അപ്പൊ നമുക്ക് ചെയ്താലോ? പോയാലോ? ലെറ്റ്സ് go and speak about the cycle. Very correct. Let's go and speak about the cycle അല്ലേ? അല്ലെങ്കിൽ ബൈസൈക്കിൾ. നമുക്ക് എന്ത് ചെയ്യാം? ആ സൈക്കിളിനെ കുറിച്ച് സംസാരിക്കാൻ പോയാലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ വരൂ. അല്ല, വരൂ എന്ന് പറയാം. വരൂ എന്ന് പറയാം. ഓക്കെ, കം, പ്ലീസ് കം എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ഇതെന്താണ്? What is this? ഇതൊരു സൈക്കിളാണ്. This is a സൈക്കിൾ. ഇതിന് എത്ര ടയറുകളുണ്ട്? How many tires does it have? How many tires does it have? അല്ലേ? ഇനി പറയണം, ഞാൻ ഈ സൈക്കിളിൽ കയറാൻ പോവുകയാണ്. I am going to ഇന്നലെ നമ്മൾ പഠിച്ചിരുന്നു എന്തിനൊക്കെ. Get on this cycle. I am going to get on the cycle അല്ലേ? ഇനി ഇവിടെ കയറിയിരുന്നു അല്ലേ? കയറിയിരുന്നതിന് ശേഷം എന്താ പറയാ? നമ്മൾ കയറിയിരുന്നു. അപ്പൊ ഞാൻ ഈ സൈക്കിളിൽ ഇരുന്നു, സൈക്കിളിന്റെ മുകളിൽ ഇരുന്നു. അതിന് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. എന്താ പറയാ? I got on this cycle അല്ലേ? ഞാൻ ഈ സൈക്കിളിൽ ഇരുന്നു. ഇനി ഞാൻ ഈ സൈക്കിള് ഓടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയണം. എപ്പോഴോ? ഓടിച്ചിട്ട് പറയണം, ഞാൻ ഈ സൈക്കിള് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോ I am riding this cycle. ഓക്കെ, യു ആർ റൈഡിങ് ദിസ് സൈക്കിൾ. ഓക്കെ, ഇനി നിർത്ത്. ഓക്കെ, ഇപ്പൊ ഞാൻ സൈക്കിള് സ്റ്റോപ്പ് ചെയ്തു. I stopped this cycle. സ്റ്റോപ്ഡ് അങ്ങനെ ഒരു ഇതൊന്നും കൊടുക്കണ്ട. Stopped. ഒറ്റ വാക്കാണ്. ഐ സ്റ്റോപ്ഡ് ദിസ് സൈക്കിൾ. ഞാൻ ഈ സൈക്കിള് സ്റ്റോപ്പ് ചെയ്തു അല്ലേ? ഇതെന്താണ്? വാട്ട് ഈസ് ദിസ്? ഇത് ബ്രേക്കാണ്. ദിസ് ഈസ് ബ്രേക്ക് അല്ലേ? ഇത് ബ്രേക്ക് കേബിളാണ്. ഇത് ബ്രേക്ക് കേബിളാണ്. പറ. ദിസ് ഈസ് ബ്രേക്ക് കേബിൾ അല്ലേ? ഇനി ഇതിനൊരു ഹാൻഡിൽ ഉണ്ട് എന്ന് പറ. ഇതിനൊരു ഹാൻഡിൽ ഉണ്ട്. ഇതിനൊരു ഹാൻഡിൽ ഉണ്ട്. ഇറ്റ് ഹാസ് എ ഹാൻഡിൽ. ഇതിനൊരു ഹാൻഡിൽ ഉണ്ട്. ഇതിന് 2 ബ്രേക്ക് പാഡുകളുണ്ട്. അതാണ് ബ്രേക്ക് പാഡുകൾ. ഇതിന് 2 ബ്രേക്ക് പാഡുകളുണ്ട്. എങ്ങനെ പറയും? ഇത്
ഇതിന് രണ്ട് ബ്രേക്ക് പാഡുകളുണ്ട്. അപ്പോ ഇറ്റ് ഹാസ് ടു ബ്രേക്ക് പാഡിൽസ്. കണ്ടോ, അവിടെ നമ്മൾ ഇറ്റ് ഹാസ് തന്നെ പറഞ്ഞേ, 2 ബ്രേക്ക് പാഡുകളാണ് പറയുന്നത്. ബ്രേക്ക് പാഡ് അല്ല, ഇതിനുണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇറ്റ് ഹാസ്, ഈ സൈക്കിളിനുണ്ട്. ഈ സൈക്കിൾ എന്ന് പറയുന്നത് ഒന്നാണ്, അതുകൊണ്ടാണ് ഇറ്റ് ഹാസ് എന്ന് പറയുന്നത്. ബ്രേക്ക് പാഡുകൾ 2 ടയറുകൾ 2 അല്ലേ? ബാക്കി എന്ത് ഐറ്റംസ് 2 ആണെങ്കിലും നമ്മൾ ഈ സൈക്കിളിനുണ്ട് എന്നാ പറയാം. അപ്പോൾ ഈ സൈക്കിൾ എന്ന് പറയുന്നത് 1 അതുകൊണ്ട് നമ്മൾ എന്ത് പറയും? ഇറ്റ് ഹാസ് 2 ബ്രേക്ക് പാഡിൽസ്, 2 ടയേഴ്സ്, നമ്പർ ഓഫ് ഹാൻഡ്സ്. അല്ല, 1 ഹാൻഡിൽ ഉള്ളൂ. ഒറ്റ ഹാൻഡിൽ. അങ്ങനെ കണ്ടോ, ഇതിങ്ങനെ ഒറ്റ ഹാൻഡിൽ എന്നാ പറയും അല്ലേ? 2 ബ്രേക്സ് അല്ലേ? 2 സപ്പോർട്ടിംഗ് വീൽസ്, 2 സപ്പോർട്ടിംഗ് വീൽസ് ഉണ്ട്. 2 സീറ്റ് ഉണ്ട്. 2 സീറ്റ്സ് ഓൾസോ അല്ലേ? 2 സീറ്റ് ഉണ്ട്. ഇവിടെ ഒന്നുണ്ട്. ഇവിടെ വേണമെങ്കിൽ വല്ല സാധനങ്ങളും വെക്കാനുള്ളതാണ്, പക്ഷെ നമുക്ക് ഇരിക്കാനും പറ്റും. ഓക്കെ, ഇനി ഞാൻ ചോദിക്കാണ്, ഇത് ആരുടെ സൈക്കിളാണ്? ഇത് ആരുടെ സൈക്കിളാണ്? അപ്പോ whose cycle is this? Whose cycle is this? ഇത് ആരുടെ സൈക്കിളാണ് അല്ലേ? അപ്പോൾ നമുക്കറിയാവുന്ന ആരുടെയാ? അനിയൻ്റെ ആണല്ലോ. അപ്പോൾ പറയണേ ഇത് എൻ്റെ അനിയൻ്റെ സൈക്കിളാണ്. ഓക്കെ, അപ്പോൾ ഇത് എൻ്റെ അനിയൻ്റെ സൈക്കിളാണ്. ദിസ് ഈസ് മൈ ബ്രദേഴ്സ് സൈക്കിൾ. ദിസ് ഈസ് മൈ ബ്രദേഴ്സ് സൈക്കിൾ. ഇതിനെന്താണ് വില? അങ്ങനെ ചോദിക്കാം. ഇതിന് അല്ലെങ്കിൽ ഇതിന്റെ വില എത്രയാണെന്നൊക്കെ ചോദിക്കുന്നത്. ഇതിന് നമ്മൾ അങ്ങനെ ചോദിക്കുന്നത് ഹൗ മച്ച് ഡസ് ഇറ്റ് കോസ്റ്റ്? ഇതിന്റെ വില എന്താണ് അങ്ങനെ ചോദിക്കാട്ടോ. അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് നമ്മൾ എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നത് ഹൗ മച്ച് ഈസ് ദ പ്രൈസ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ ഒന്നുകൂടി നന്നായിട്ട് ചോദിക്കുന്നത് ഇങ്ങനെയാണ്, ഹൗ മച്ച് ഡസ് ഇറ്റ് കോസ്റ്റ്. നമ്മളിങ്ങനെ പഠിച്ചാൽ മതി, ഹൗ മച്ച് ഡസ് ഇറ്റ് കോസ്റ്റ് വെച്ച് പഠിച്ചാൽ മതി കേട്ടോ. ഇനി പറയണം, ഞാൻ ഈ സൈക്കിള് ഒരുപാട് തവണ ഓടിച്ചിട്ടുണ്ട് എന്ന് പറയണം. ഞാൻ ഈ സൈക്കിൾ ഒരുപാട് തവണ ഓടിച്ചിട്ടുണ്ട് എന്ന് പറയണം. ഞാൻ ഈ സൈക്കിൾ ഒരുപാട് തവണ ഓടിച്ചിട്ടുണ്ട്. അതായത് ഞാൻ ഓടിച്ചിട്ടുണ്ട് സൈക്കിൾ ഒരുപാട് തവണ, അങ്ങനെ വരും. ഓക്കെ, അപ്പോ ഞാൻ ഒരുപാട് തവണ ഓടിച്ചിട്ടുണ്ട്, സൈക്കിൾ ഓടിച്ചിട്ടുണ്ട്. മിൽക്കുട്ടി പറയുമ്പോൾ ആലോചിച്ചോളൂ കേട്ടോ. I have ridden this cycle many times. I have ridden this cycle many times. ഞാൻ ഈ സൈക്കിൾ ഒരുപാട് തവണ ഓടിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെ ഈ സൈക്കിൾ ഓടിച്ചു കേട്ടോ. അപ്പൊ നമ്മൾ എന്താ പറയാന്ന് അറിയോ? റോഡ് പറയണം. I rode എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ നടന്നു പോകുന്ന റോഡല്ല അല്ലേ? I rode this cycle yesterday. ഞാൻ ഈ സൈക്കിൾ ഇന്നലെ ഓടിച്ചു. നാളെ ഞാൻ ഈ സൈക്കിള് എൻ്റെ അനിയന് കൊടുക്കും. അല്ലെങ്കിൽ ഇപ്പൊ അനിയന്റെ ആണല്ലോ. എന്നാലും പറഞ്ഞോ, നമ്മള് സെന്റൻസ് ഉണ്ടാക്കിയല്ലേ. നാളെ ഞാൻ ഈ സൈക്കിൾ അനിയന് കൊടുക്കും. I will give this cycle tomorrow. ആർക്ക് കൊടുക്കും? To my brother. I will give this cycle to my brother tomorrow. നാളെ ഞാൻ എൻ്റെ ഈ സൈക്കിൾ അനിയന് കൊടുക്കും കേട്ടോ. നാളെ ഞാൻ ഈ സൈക്കിളും കൊണ്ട് ടൗണിൽ പോകും. പറ. I will പറയേ. നാളെ ഈ സൈക്കിൾ കൊണ്ട് ഞാൻ ടൗണിൽ പോകും. അപ്പോ ഞാൻ I will പോകുന്നല്ലേ? I will go to market about അല്ല with this cycle tomorrow. I will go to market with this cycle tomorrow. ഞാൻ ഈ സൈക്കിളും കൊണ്ട് നാളെ ടൗണിൽ പോകും. ഓക്കെ, ഞാൻ നാളെ എൻ്റെ ഫ്രണ്ടിനെ ഈ സൈക്കിളിൽ കയറ്റും. മീൻസ് ഒരു ലിഫ്റ്റ് കൊടുക്കും. അപ്പോൾ ഞാനൊരു ലിഫ്റ്റ് കൊടുക്കും എൻ്റെ ഫ്രണ്ടിന് നാളെ എന്ന് പറഞ്ഞാൽ മതി. ഈ സൈക്കിളിൽ എന്ന് പറയണം ലാസ്റ്റ്. പറയേ, ഞാൻ പറഞ്ഞുതരാം. നീണ്ട സെൻറ്റൻസ് ആണ്, അപ്പോൾ നമുക്ക് പറഞ്ഞു നോക്കാം. ഞാൻ കൊടുക്കും എന്ന് പറയണം ആദ്യം. I will give a lift എൻ്റെ ഫ്രണ്ടിന്
to my friend നാളെ tomorrow. ഈ സൈക്കിളിൽ This cycle. ഓൺ ദിസ് സൈക്കിൾ. On this അപ്പൊ cycle. ഇത്രയും കൂട്ടി പറയണം. എങ്ങനെ പറയാം? ഐ വിൽ I will ഗിവ്, give അല്ലെങ്കിൽ ഐ വിൽ ഓഫർ എന്നും പറയാം കേട്ടോ. a offering ഓഫർ ആണോ ഒന്നുകൂടി നല്ലത്? ഐ വിൽ ഓഫർ എ ലിഫ്റ്റ്. give ഗിഫ്റ്റ് അല്ല, ലിഫ്റ്റ്. lift ഐ വിൽ ഓഫർ a lift ടു മൈ to my ഫ്രണ്ട് friend ഓൺ ദിസ് on സൈക്കിൾ this cycle tomorrow. നാളെ ഞാൻ എൻ്റെ ഫ്രണ്ടിന് ഈ സൈക്കിളിൽ ഒരു ലിഫ്റ്റ് ഓഫർ ചെയ്യും അല്ലേ? ഇനി പറയാണ്, നിങ്ങൾ എല്ലാവരും ഈ സൈക്കിള് ഓടിക്കേണ്ടതുണ്ട്. സൈക്കിൾ ഓടിക്കേണ്ടതുണ്ട്. എല്ലാവരും ഈ സൈക്കിൾ ഓടിക്കേണ്ടതുണ്ട്. ഓടിക്കേണ്ടതുണ്ട്. എന്നുവെച്ചാ നിങ്ങൾ ഉറപ്പായിട്ട് ഈ സൈക്കിൾ ഓടിക്കണം. ഉറപ്പായിട്ട് ഓടിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ വേറെ പറയാം, മറ്റേ മസ്റ്റാ പറയാം. must. ഇത് നിങ്ങളത് ചെയ്യേണ്ടതുണ്ട്. നമ്മളൊന്നുകൂടി പൊളൈറ്റ് ആയിട്ട് പറയില്ലേ? അപ്പൊ നിങ്ങൾ ഈ സൈക്കിൾ ഓടിക്കേണ്ടതുണ്ട്. വലിയ ആൾ മുതിർന്ന നമ്മൾ മുതിർന്ന ആൾക്കാരോട് റെസ്പെക്ട് ഒക്കെ കൊടുത്ത് എങ്ങനെ പറയാം? നിങ്ങൾ ഈ സൈക്കിൾ you have to ride this cycle. You have to ride this cycle. നിങ്ങൾ ഈ സൈക്കിള് ഓടിക്കേണ്ടതുണ്ട്. ഇന്നലെ എനിക്ക് ഈ സൈക്കിള് ഓടിക്കേണ്ടതുണ്ടായിരുന്നു. I had to ride this cycle. I had to ride this cycle. എനിക്ക് ഇന്നലെയാണെങ്കിൽ I had to ride this cycle yesterday. ഇന്നലെ എനിക്ക് ഈ സൈക്കിൾ ഓടിക്കേണ്ടതുണ്ടായിരുന്നു. നാളെ ഞാൻ ഈ സൈക്കിൾ ഓടിക്കേണ്ടി വരും. നാളെ ഞാൻ ഈ സൈക്കിൾ ഓടിക്കേണ്ടി വരും. I will have to റൈഡ്. കേട്ടിട്ടില്ലേ വാക്ക്? ഡ്രൈവ് എന്നാണ് വരുന്നത്. ഡ്രൈവ് അല്ല, റൈഡ്. I will have to ride this cycle. I will have to ride this cycle tomorrow. I will have to ride this cycle tomorrow. നാളെ ഈ സൈക്കിള് ഓടിക്കേണ്ടി വരും അല്ലേ? ഇനി നമുക്ക് ഇതിൻ്റെ ഉപയോഗം പറയാം കേട്ടോ. നമ്മൾ പറയാണ് ഇത് എക്സസൈസിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നു. പാസീവ് വോയിസ് ആണ് കേട്ടോ. ഇത് എക്സസൈസിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നു. അതായത് സൈക്കിള് എക്സസൈസിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നു. അപ്പോ ദ സൈക്കിൾ പാസീവ്. അതാ പറഞ്ഞേ, പാസീവ് വോയിസ് ഞാൻ പറഞ്ഞേ. സൈക്കിൾ ഈസ് ഉപയോഗിക്കുന്നതിന് യൂസ് എന്നാണ് വാക്ക്. യൂസ് എന്നാണ് വാക്ക്. യൂസ്ഡ്. The cycle is used. Cycle is used for exercise. Exercise. Cycle is used for exercise. അല്ലേ? And സാധനങ്ങൾ മേടിച്ചുകൊണ്ടിരാനൊക്കെ ഈ സൈക്കിളിന്റെ ബാക്കിൽ ഉപയോഗിക്കാം അല്ലേ? അപ്പൊ എങ്ങനെ പറയാം? The cycle is used for buying വെജിറ്റബിൾസ് ഒക്കെ വാങ്ങിക്കാൻ പോകാനാണ് ഉപയോഗിക്കുന്നത് അല്ലെ? വെജിറ്റബിൾ വാങ്ങാനല്ല, വെജിറ്റബിൾ എടുത്ത് ക്യാരിയിങ് പറഞ്ഞാൽ സൈക്കിൾ ഈസ് യൂസ്ഡ് ഫോർ ക്യാരിയിങ് ദ ഗുഡ്സ്. ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തും ആവാം കേട്ടോ. അപ്പോ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്ടോ? അതെങ്ങനെ പറയാം? അപ്പോൾ we are going to wind up this video. We are going to wind up this class. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. Okay, അപ്പോൾ we can meet in the next class. അല്ലെങ്കിൽ in the next video. Yeah. We can meet in the next video. Okay. Let's subscribe and comment. Isabel and give dislike. Yeah. Bye.